പെയ്ഡായിട്ട് ഫോളോവേഴ്സിനെ വാങ്ങുന്നില്ലേ? അത് സത്യത്തിൽ ഒരു ബുദ്ധിപരമായ തീരുമാനമാണോ? ഈ റീൽ കണ്ടന്റ് ചെയ്യുന്നതാണോ അതോ പോസ്റ്റർ ചെയ്യുന്നതാണോ സത്യത്തിൽ നല്ലത്? ഹാഷറിൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കണം. ഹാഷറിൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ഹാഷറിൻ്റെ അക്കൗണ്ടിൽ ഏകദേശം 2.8 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ ഹാഷറിൻ്റെ വീഡിയോസിൻ്റെ വ്യൂസ് നോക്കണം. വ്യൂസ് നോക്കുമ്പോൾ സ്ക്രോൾ ചെയ്ത് നോക്ക്, മിനിമം 5 മില്യൺ വ്യൂസ് ഇല്ലാത്ത ഒരു വീഡിയോ പോലും ഇല്ല. നമസ്കാരം. സ്വാൻ സ്റ്റുഡിയോസിൻ്റെ ബിയോണ്ട് ദി മൈക്ക് എന്നൊരു പുതിയ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മുതൽ നമ്മളൊരു പോഡ്കാസ്റ്റ് സീരീസ് ആരംഭിക്കുകയാണ്. അത് ഈ ക്യാമറയും ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ ഇതിലെ പ്രശ്നം അതൊന്നുമല്ല, എന്താണ് കോണ്ടൻറ്റ് എന്നാണ് പ്രശ്നമായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് അവസാനം ഒരു തീരുമാനത്തിലെത്തി. ഞങ്ങൾക്ക് കുറേ ഗസ്റ്റിൻ്റെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പല വിഭാഗത്തിൽപ്പെട്ട ഗസ്റ്റിനെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷെ അവസാനം ഞങ്ങളെല്ലാവരും കൂടെ ഒരു തീരുമാനത്തിലെത്തി. ഞങ്ങളെ തന്നെ കോണ്ടൻ്റ് ആക്കാമെന്നൊരു തീരുമാനത്തിലാണ് അവസാനം ഞങ്ങൾ എത്തിയത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും, ഞങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞങ്ങൾ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആൾക്കാരാണ്. അപ്പോൾ ആദ്യമേ അത് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരുപാട് ഡൗട്ടുണ്ടാവും, സത്യത്തിൽ ഞങ്ങൾ ആരാ എന്നുള്ളത്. അതായത് ഞങ്ങൾ ബ്രാൻഡിങ് മാത്രം ചെയ്യുന്നവരാണോ അതോ അഡ്വർടൈസിങ് കമ്പനിയാണോ, അങ്ങനെ 100 ഡൗട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് ഉണ്ടാകാം. അപ്പോൾ ആദ്യം ഞങ്ങൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വേറൊരു ഗസ്റ്റിലേക്ക് കടക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നുമല്ല കഥ. ഇപ്പം ഞാൻ പറയാൻ വന്നത്, ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വാൻ സ്റ്റുഡിയോസിൻ്റെ തന്നെ മാനേജരും സോഷ്യൽ മീഡിയ മാനേജരുമായ അമിത് ശങ്കറാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട്? വേറെ ആരെയും കിട്ടാത്തതുകൊണ്ട് അതെന്തുകൊണ്ടാണെന്ന് നീ ചിന്തിച്ചോ? എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ പിടിച്ച് ഇവിടെ ആദ്യമേ? ഇപ്പം പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലേ, നമ്മളിവിടെ ക്യാമറ ചെയ്യുന്നവരുണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷെ എന്തുകൊണ്ടായിരുന്നു നിന്നെ ഞാൻ ആദ്യം പിടിച്ചിരുത്തിയെന്ന് ചിന്തിക്കുന്നില്ല? നീ തന്നെ പറഞ്ഞു. അല്ലല്ല, എന്താണ് ഒരു ഉത്തരം ഉണ്ടാവില്ല നിനക്ക്? അറിയില്ല, പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയയിലാണ് ജീവിക്കുന്നത്. അപ്പം എന്ത് ചെയ്താലും, ഇപ്പോൾ എന്ത് എഡിറ്റ് ചെയ്താലും ശരി, എന്ത് കഷ്ടപ്പെട്ട് നമ്മൾ ക്യാമറ ചെയ്തു എന്ന് പറഞ്ഞാലും എല്ലാവർക്കും ആഗ്രഹം എന്താണ്? റീച്ച് ആവണം, സോഷ്യൽ മീഡിയയിൽ എങ്ങനെയും റീച്ച് ആവണം. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് അവിടെ നിന്ന് അങ്ങ് തുടങ്ങാമെന്ന്. ആ അർത്ഥത്തിലാണ് ഞാൻ നിന്നെ ആദ്യമേ പിടിച്ച് ഇരുത്തിയേക്കുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് ഉള്ള എപ്പോഴും ഒരു സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് അല്ലെങ്കിൽ അത് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളെ കണ്ടു കഴിഞ്ഞ് എനിക്ക് ചോദിക്കാൻ വെച്ച ആദ്യത്തെ ചോദ്യം എന്ന് വെച്ചാൽ, എങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ റീച്ച് ആവുമെന്നാണ്. എങ്ങനെ റീച്ച് ആവുമെന്ന് പറയാനുള്ള ഒരു ഇത് നമുക്കുണ്ടോയെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ കണ്ടൻ്റ് ഒന്നും വലിയൊരു റീച്ചിലേക്ക് പോയിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു മിനിമം റീച്ചിൽ നിന്നിട്ടുള്ളത്. പിന്നെ എപ്പോഴും റീച്ച് ആവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല കണ്ടൻറ്റ് തന്നെ ചെയ്യണം. അതായത് ഇപ്പം ഞാനൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തു, അത് എനിക്ക് തമാശയായിരിക്കാം അല്ലേ, ആ തമാശ മറ്റുള്ളവർക്ക് തമാശയായിട്ട് തോന്നിയാലേ, എന്നുവെച്ചാൽ വേറൊരാൾക്ക് റിലേറ്റ് ചെയ്താലേ അതിനൊരു ആരെങ്കിലും ഷെയർ ചെയ്യൂ അല്ലേ. ഇപ്പം ഞാൻ എന്ത് ചെയ്ത് ഇട്ടെന്ന് വെച്ചാലും നിനക്കത് കാണുമ്പോൾ അത് നിൻ്റെ റിയൽ ലൈഫായിട്ട് എവിടെയെങ്കിലും കണക്റ്റ് ആയില്ലെങ്കിൽ നീ ഒരിക്കലും ഷെയർ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റിൽ ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടർ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഒന്നെങ്കിൽ അതിലൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ അതിൽ നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ എന്ത് വേണം, നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ആയിരിക്കണം അതിൽ നിന്ന് കിട്ടുന്നത്. ഇതൊന്നുമില്ലാതെ നമുക്ക് തോന്നിയ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും വഴികൾ, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ഡയറക്റ്റ് പറയുക, അങ്ങനെയുള്ളതൊന്നും അങ്ങനെ റീച്ച് ആവത്തില്ല. എല്ലാത്തിനും ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള കണ്ടൻറ്റ് റീച്ച് ആവത്തുള്ളൂ. ഓക്കെ. ഒരു കണ്ടൻറ്റ് ഇടുമ്പോൾ തന്നെ നമുക്കത് റീച്ച് ആവോ ഫ്ലോപ്പ് ആവോ എന്ന് നമുക്കറിയാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അതായത് ഇപ്പം ഒരു സിനിമ ഇറങ്ങുന്ന പോലെ തന്നെ, ഒരു സിനിമ ഇറങ്ങുമ്പം ഡയറക്ടർക്ക് ഒരിക്കലും നേരത്തെ പറയാൻ പറ്റത്തില്ല അത് ഒരു വലിയ ഹിറ്റായിരിക്കുമോ അല്ലെങ്കിൽ ഫ്ലോപ്പായി പോകുമെന്ന്. അയാളെപ്പോഴും അയാളുടെ കോൺഫിഡൻസ് നിന്നുകൊണ്ടായിരിക്കുമല്ലോ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു സംഭവം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. നമ്മളും അതേപോലെ തന്നെ ആയിരിക്കും ഒരു ആഡായാലും റീലായാലും എന്താണെങ്കിലും കൊണ്ടുവരുന്നത്. അത് കണക്റ്റ് ആവുമോ എന്ന് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ചിലപ്പം ചില കണ്ടൻറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലായി. ചില ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടൻറ്റുകളുണ്ട്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങി അത് ട്രെൻഡായിട്ട് നിൽക്കുക, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്താലും ട്രെൻഡ് ആവുന്ന ഒരു ടൈമുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ഫുള്ള് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ ഇറക്കി വിടുന്ന കണ്ടൻറ്റുകൾ നമുക്ക് ഒരു 90% വരെയൊക്കെ നമുക്ക് ഉറപ്പിക്കാം ഇത് എങ്ങനെ പോയാലും പോകുന്നു. പിന്നെ നമ്മൾ എഴുതുന്ന ചില കണ്ടൻറ്റുകൾ അത് എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് ചില കണ്ടൻറ് റൈറ്റർക്ക് തോന്നിക്കഴിഞ്ഞാൽ അതും റീച്ചായി പോവാം. പക്ഷേ നമുക്ക് ഒരിക്കലും ഒരു 100% ഉറപ്പ് ഒരിക്കലും ഒരു കണ്ടൻറ്റിൽ പറയാൻ പറ്റത്തില്ല. ഓക്കെ.
അപ്പോൾ ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വാക്ക് കുറേ കേട്ടിരിക്കുന്നത് നമ്മൾ മാത്സ് കണക്ക് പഠിക്കുന്ന സമയത്താണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് ഈ ഒരു വാക്ക് ഞാൻ കുറേ കേട്ടിട്ടുള്ളത്, അൽഗോരിതം. സത്യം പറഞ്ഞാൽ ആ ഒരു അൽഗോരിതം ഉണ്ടോ സോഷ്യൽ മീഡിയയ്ക്ക്? അൽഗോരിതം എന്ന് പറഞ്ഞ വാക്കുണ്ട്, എന്നുവെച്ചാൽ അതൊരു ഫാക്റ്റാണ്. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും ആ ഒരു വാക്കിനെ കാണുന്നത്, സോഷ്യൽ മീഡിയ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അൽഗോരിതം എന്ന വാക്കിനെ കാണുന്നത് എന്തോ വലിയ സംഭവമായിട്ട്. എന്നുവെച്ചാൽ ഇത് കൂടെ ഇങ്ങനെ ചേഞ്ചായി പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ ഇത് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഇതെന്തോ വലിയ സംഭവമാണ്. വെച്ചാൽ ഒരു സാധാരണക്കാരൻ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ മനസ്സിലായി. അതോടെ ചോദിച്ചത് വെച്ചാൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും അൽഗോരിതത്തെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കൊന്നും ഇല്ല. ശരി, ഇപ്പം നമ്മളെ മുന്നിൽ തന്നെ എത്രയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല റീച്ച് ഇട്ട്. ഇവരെല്ലാം ഈ അൽഗോരിതം പോയി എവിടെയെങ്കിലും പഠിച്ചിട്ടാണോ ഇത് ചെയ്യുന്നത്? അല്ല, അൽഗോരിതം എന്ന് വെച്ചാൽ ഒരു ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്. അപ്പോൾ അത് ഞാനൊരു 2 കാര്യം വെച്ച് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ അൽഗോരിതം വെച്ചിട്ട് പറയാറുണ്ട്, ഫസ്റ്റ് 3 തൊട്ട് 5 സെക്കൻഡ് ഒരു റീലിൻ്റെ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അൽഗോരിതത്തിൽ പറയാറുണ്ട്. അതേപോലെ തന്നെ പറയും പോസ്റ്റേഴ്സ് ഇല്ലേ, പോസ്റ്റേഴ്സിൽ കാരോസിൽ എന്ന് പറയും. കാരോസിൽ എന്ന് വെച്ചാൽ നമ്മളെ സ്വൈപ്പ് പോസ്റ്റേഴ്സ്, അതായിരിക്കും കൂടുതൽ പെർഫോം ചെയ്യുന്നതെന്ന് പറയും. ഇതിൻ്റെ പിന്നിലൊരു സൈക്കോളജി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റീല് ഫസ്റ്റ് 3 സെക്കൻഡ് ആയിരിക്കും ഹുക്ക് സീൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും. ഈ 3 സെക്കൻഡിലല്ലേ നമ്മൾ തീരുമാനിക്കുന്നത് ഈ വീഡിയോ കാണണോ വേണ്ടയോ എന്ന് നമ്മൾ ഡിസിഷൻ എടുക്കുന്ന ടൈം ആ 3 സെക്കൻഡ് അല്ലേ? അതൊരു ഹ്യൂമൻ സൈക്കോളജി അല്ലേ? നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന എന്തോ ഒന്ന് അതിലുണ്ടെന്ന് തോന്നിയാലേ നമ്മളത് വീണ്ടും കണ്ടിരിക്കൂ. ഇനി നമ്മൾ ആ സ്വൈപ്പ് പോസ്റ്ററിൻ്റെ കേസ് എടുത്ത് നോക്ക്. ഇപ്പം കൂടുതൽ ടൈം ഒരു സ്വൈപ്പ് പോസ്റ്റർ ആണെങ്കിൽ നമ്മളത് അടുത്ത എന്താന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇല്ലേ? എന്താണ് നെക്സ്റ്റ് വരുന്നതെന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പം നമ്മൾ കൂടുതൽ ടൈം എന്ത് ചെയ്യും? അവിടെ സ്പെൻഡ് ചെയ്യും. അപ്പം ഇൻസ്റ്റാഗ്രാമിന് വേണ്ട എന്താ? നിങ്ങളെ കൂടുതൽ ടൈം ഇതിൽ ഇരുത്തുക, നിങ്ങളെ വാച്ച് ടൈം കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടൻറ്റുകളായിരിക്കും കൂടുതൽ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അൽഗോരിതം എന്ന് പറയുന്ന ഒരു വലിയ സംഭവമൊന്നുമല്ല. ഏതൊരു അൽഗോരിതത്തിൻ്റെ ഏതൊരു പാരാമീറ്റർ എടുത്താലും അതിൻ്റെ പിന്നിലൊരു ഹ്യൂമൻ സൈക്കോളജി ഉണ്ട്. നമ്മൾ അത്രയ്ക്കൊന്നും കടന്നൊന്നും ചിന്തിക്കേണ്ട. എതിരെ നിൽക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ നമ്മളെപ്പോലൊരു കോമൺ മനുഷ്യന് സംഭവം കണക്റ്റ് ആവുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ ഈ അൽഗോരിതം എന്ന് പറയുന്ന വലിയ സംഭവത്തേക്ക് നമുക്കങ്ങ് മറക്കാം. അപ്പോൾ അൽഗോരിതം ഒക്കെ അവിടെ നിൽക്കട്ടെ. എങ്ങനെയുണ്ട് നമ്മുടെ സ്വാൻ സ്റ്റുഡിയോസിൻ്റെ അൽഗോരിതം ഒക്കെ എങ്ങനെ പോകുന്നു? സ്വാൻ സ്റ്റുഡിയോസിൻ്റെ അൽഗോരിതം മാറിയും തിരിഞ്ഞും ശരിക്കുള്ള അൽഗോരിതം പോലെ അൽഗോരിതം ഇടയ്ക്കിടയ്ക്ക് മാറും, ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ചേഞ്ച് ആവും. നമ്മളത് മനസ്സിലാക്കും. നമ്മുടെ ക്ലയൻസിന്റെ കാര്യം നല്ലപോലെ തന്നെ പോകുന്നുണ്ട്. നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത കുറച്ച് ക്ലയൻസും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ക്ലയൻസിനെ കിട്ടുമ്പോഴായിരിക്കും നമുക്കും അവർക്ക് വേണ്ടി കണ്ടന്റ് ചെയ്യുന്നത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയുള്ള കുറച്ച് ക്ലയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് അങ്ങ് പോകുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും എന്താ പറയാ, നമ്മുടെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക് കാണുമ്പോൾ അത് അംഗീകരിക്കുന്ന, നമ്മൾ എന്ത് കൊടുത്താലും അംഗീകരിക്കണമെന്നല്ല. എന്തെങ്കിലും കണ്ടന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ വേണം. അങ്ങനെ ഒരു അംഗീകാരമൊന്നുമല്ല, നമുക്ക് കൊള്ളാം എന്ന് ആളുകൾ പറയുമ്പോൾ നമുക്കൊരു ഇത് കിട്ടും. അങ്ങനെയുള്ള കുറച്ച് പേരുള്ളതുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോകുന്നു. അല്ല, സത്യത്തിലേ ഈ റീൽ കണ്ടന്റ് ചെയ്യുന്നതാണോ അതോ പോസ്റ്റർ ചെയ്യുന്നതാണോ സത്യത്തിൽ നല്ലത്? അത് വൈറലാവാൻ, റീച്ച് എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. ഒരു നമ്മുടെ കോണ്ടന്റൊക്കെ ഒന്ന് വൈറലാവാനോ റീച്ച് ആവാനോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ റീൽ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ, വീഡിയോ കണ്ടന്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ടൈം കൂടുതൽ എടുക്കാം. അതായത് കൂടുതൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും. എപ്പോഴും പെർഫോം ചെയ്യുന്നതും വീഡിയോ കണ്ടന്റ് ആയിരിക്കും. അതായത് ആളുകൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നതെല്ലാം വീഡിയോ കൂടെ ആയിരിക്കും. ഇനി ഒരു പോസ്റ്റർ, ഒരു സിംഗിൾ പോസ്റ്ററായിട്ട് ചെയ്തെന്ന് വെച്ചോ, ആ സിംഗിൾ പോസ്റ്റർ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ അതിലുള്ള കണ്ടന്റ് അത്രയ്ക്കും എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഫസ്റ്റ് നമ്മൾ ഒരു സെക്കൻഡിലായിരിക്കും സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ സംഭവം കാണുന്നത്. നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ നമ്മളെ പിടിച്ചിരുത്തുന്ന എന്തോ ഒന്ന്, അത് വായിക്കാൻ തക്കവണ്ണം എന്തോ ഒന്ന് ഉണ്ടാവണം. ഉണ്ടെങ്കിലല്ലേ നമ്മൾ തിരിക്കൂ. അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യണമെങ്കിൽ അതിലെ കണ്ടന്റ് അത്രയും ബെറ്റർ ആയിരിക്കണം. അത്രയും ഇത് വെച്ച് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ കണ്ടന്റ് തന്നെയാണ് എപ്പോഴും പെർഫോം ചെയ്യുന്നത്. പിന്നെ വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കാരോസിൽസ് ഉണ്ട്. കാരോസിൽസ് അതായത് സ്വൈപ്പ് അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അത് നല്ല വൈസായിട്ട് യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, അതായത് കറക്റ്റ് നമുക്കൊരു 5 കറോസിലിൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കണം. അത് ഏറ്റവും ബെസ്റ്റായിട്ട് ഡിസൈൻ ചെയ്ത് കണ്ടന്റ് റൈറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും എഫക്റ്റീവാണ്. ഓക്കെ. ഈ പെയ്ഡായിട്ട് ഫോളോവേഴ്സിനെ വാങ്ങുന്നില്ലേ, അത് സത്യത്തിൽ ഒരു ബുദ്ധിപരമായ തീരുമാനമാണോ? സത്യത്തിൽ
ബുദ്ധിപരമായ തീരുമാനം ആണെന്ന് വെച്ച് കാരണം കഴിഞ്ഞാൽ ഞാൻ ബുദ്ധിപരമായി ചോദിച്ച ചോദ്യമാണ്. ഞാൻ രാവിലെ ഇത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ സ്ക്രോൾ ചെയ്തപ്പം ഒരിടത്ത് കണ്ട കാര്യമാണ്, വെറും 600 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒറിജിനൽ മലയാളി ഫോളോവേഴ്സിനെ അവർ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം സെറ്റ് ചെയ്ത് തരും. ഇപ്പം ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്ന് വെക്കുക, ഞാനിത് കാശ് കൊടുത്ത് വാങ്ങുന്നു വെച്ചോ, ഞാനൊരു കഴിവുകെട്ടവനാണെന്ന് ഞാൻ തന്നെ അംഗീകരിക്കുന്നതിന് തുല്യമാണ് ഈ കാശ് കൊടുത്ത് ഒരു ഫോളോവറെ ഞാൻ വാങ്ങിക്കുന്നത്. അതിപ്പം ഞാൻ വാങ്ങിച്ചെന്ന് തന്നെ വെച്ചോ, ഇവരാരും എൻ്റെ കഴിവ് കണ്ടിട്ടൊന്നും അല്ലല്ലോ ഇതിൽ വന്നിരിക്കുന്നത്. ഞാൻ കൊടുത്ത കാശ് കണ്ട് ഇപ്പം ഞാൻ അവർക്ക് 1000 രൂപ കൊടുത്തു, അതുകൊണ്ട് അവർ വന്ന് എന്നെ ഫോളോ ചെയ്തിരിക്കുക. അവർക്ക് എൻ്റെ കണ്ടന്റ് ഇഷ്ടമല്ല. ഞാൻ എന്നുവെച്ചാൽ ഈ എന്തുവാ കുറേ പാവകളുടെ മുന്നിൽ ഒരു കൂത്ത് കടത്തുന്ന പോലെ എന്തൊക്കെയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ അത് ഫീൽ ചെയ്യുന്നു. മറിച്ച് നമുക്കിപ്പോൾ 100 ഫോളോവേഴ്സേ ഉള്ളൂ, 100 പേര് ഫോളോ ചെയ്ത് നമ്മളെ കണ്ടന്റിൽ ഏതെങ്കിലും ഒരു ക്വാളിറ്റി കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കണ്ടന്റ് ചെയ്യുന്നത് നമുക്ക് സാറ്റിസ്ഫൈങ് ആണ്, ജെന്യുവൻ ആയിട്ടുള്ള. എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ ഇത്രയും ഫോളോവേഴ്സിനൊന്നും കിട്ടണമെന്നില്ല. നമ്മൾ വിജയ് ഒന്നും അല്ലല്ലോ, വിജയ്ക്കാണെന്ന് ഒരു ദിവസത്തിൽ ഇത്രയും ഫോളോവേഴ്സ് കയറുന്ന വിജയ്, ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെയുള്ള ആൾക്കാർക്ക്. ഒരു സാധാരണ കണ്ടന്റ് ക്രിയേറ്റർ അത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അയാൾക്ക് സമയമെടുക്കും, ഗ്രാജുവലി ബിൽഡ് ചെയ്ത് പോകുക എന്നുള്ള അതിനൊരു ടൈമുണ്ട്. അങ്ങനെ ചെയ്യാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അല്ലാതെ കാശ് കൊടുത്ത് വാങ്ങുന്നത് വെറുതെ നമ്മളെ ഈഗോ ബൂസ്റ്റ് ചെയ്യാന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമെന്നുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ പെയ്ഡായിട്ടുള്ള ഇതിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിൽ എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മുന്നേ വർക്ക് ചെയ്തൊരു പുള്ളിക്കാരൻ ഇതുപോലെ തന്നെ പെയ്ഡായിട്ടാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അല്ലേ. നമ്മൾ പെയ്ഡായിട്ട് ഒരു പുള്ളിക്കാരൻ വർക്ക് ചെയ്തിട്ട് പാകിസ്ഥാനികളെയും കുറച്ച് ആൾക്കാരെയൊക്കെ അല്ല, ഇതിൽ ഈ പെയ്ഡായിട്ട് ഫോളോവേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ടോന്നേ നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയെന്നറിയോ, ഇപ്പം ചില പേജുകളുണ്ട്, ഇന്നായിരിക്കും തുടങ്ങിയത്, ആകെ 2 പോസ്റ്റ് ഇട്ടിട്ടുള്ളതായിരിക്കും, അത് ഏതെങ്കിലും 2 സാധാ പോസ്റ്ററുകളായിരിക്കും. എന്നിട്ട് നമ്മൾ ഫോളോവർ ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് 10K 20K. ഈ ഒരു 2 പോസ്റ്റ് കണ്ടിട്ട് എങ്ങനെയാണ് ഒരു 20,000 പേര് അവരെ ഫോളോ ചെയ്യുന്നത്? ഇതെല്ലാം പോയിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ തന്നെ പറയാം. ഈ ഫോളോവേഴ്സ് ലിസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൽ നമ്മളിവിടെ കൊല്ലത്തോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തോ ഉള്ളൊരു ക്ലയൻ്റ് ആയിരിക്കും, ലോക്കലായിട്ട് ബിസിനസ് ചെയ്യുന്നൊരു ക്ലയൻ്റ് ആയിരിക്കും. ഫോളോവേഴ്സ് കിടക്കുന്നത് ഇപ്പം നീ പറഞ്ഞ പോലെ പാകിസ്ഥാനിലോ അല്ലെ കൊറിയയിലോ ചൈനയിലൊക്കെ ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ ആ കമന്റ് സെക്ഷൻ നീ നോക്കണം, എല്ലാം ഒരുപോലെ ഇരിക്കും. ഒന്നെങ്കിലും മറ്റേ തീയുടെ എന്തെങ്കിലും ഇതായിരിക്കും ഇടുന്നത്, ഇമോജി ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാം ഒരേപോലെ ഇരിക്കും. ആക്റ്റീവായിട്ടുള്ളൊരു കമന്റ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്യും. എന്ന് വെച്ചാൽ അവർക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അവിടെ പറഞ്ഞിരിക്കും. ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ഇത് ചുമ്മാ ഈ കമന്റ് ഇടുവെന്ന് പറയുന്ന കമന്റ് ഇതാ വെച്ചാൽ ഈ പെയ്ഡായിട്ടുള്ള ഫോളോവേഴ്സ് തരുന്ന കമന്റ് ഇങ്ങനെ ഒന്നെങ്കിൽ ഒരു സ്മൈലി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തമ്പായിരിക്കും, അല്ലെങ്കിൽ അവർ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമാണ്. എല്ലാവരും ഒന്ന് തന്നെ ആയിരിക്കും ഇടുന്നത്, ഒരേപോലെ ആയിരിക്കും ഇടുന്നത്. കാണുന്ന ആള് മണ്ടന്മാരല്ലല്ലോ, അവരത് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ ഉള്ളവർ മതി, ജെന്യുവൻ ആയിട്ടുള്ളവർ മതി, സപ്പോർട്ട് ചെയ്യാൻ മതി, ഇല്ലാത്തവരങ്ങ് പെയ്ഡായിട്ട് ചെയ്യേണ്ട. ഇല്ല, ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വിചാരിക്കും ഇതിലിപ്പം നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് ഫോളോവേഴ്സ്, ഷെയർ, ലൈക്ക് 3 എണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്, നിനക്ക് ഏത് വേണമെന്ന് വെച്ചാൽ നിന്നോടെന്നല്ല ആരോട് ചോദിച്ചാലും 90% ആൾക്കാരും ഫോളോവർ എന്നുള്ള സംഭവം പിക്ക് ചെയ്യത്തുള്ളൂ. പക്ഷെ പലർക്കും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഇപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. ഇപ്പം നമുക്കറിയാവുന്നൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ് ഹാഷർ. ഹാഷറിൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കണം. ഹാഷറിൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ഹാഷറിൻ്റെ അക്കൗണ്ടിൽ ഏകദേശം 2.8 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ ഹാഷറിൻ്റെ വീഡിയോസിൻ്റെ വ്യൂസ് നോക്കണം. വ്യൂസ് നോക്കുമ്പോൾ സ്ക്രോൾ ചെയ്ത് നോക്ക്, മിനിമം 5 മില്യൺ വ്യൂസ് ഇല്ലാത്ത ഒരു വീഡിയോ പോലും ഇല്ല. എന്ന് വെച്ചാൽ പുള്ളിയുടെ കണ്ടന്റ് എല്ലാം അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഫോളോവറെക്കാട്ടി ഇരട്ടി കമ്മ്യൂണിറ്റി പുള്ളി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? കാരണം എന്ന് വെച്ചാൽ പുള്ളിക്ക് 8 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിട്ടല്ലല്ലോ ആ വ്യൂ കിട്ടുന്നത്. ഇരട്ടി കമ്മ്യൂണിറ്റി പുള്ളി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോളോവറിലല്ല ഒരിക്കലും കാര്യം, നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിലായിരിക്കും. ഇപ്പം നമ്മളെ തന്നെ സ്വാൻ സ്റ്റുഡിയോസിൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആകെ 10,000-2000 ഫോളോവേഴ്സ് ഉള്ളൂ. പക്ഷെ നമ്മൾ ഇടുന്ന പല ടൈപ്പ് കണ്ടന്റുകളുണ്ട്. അതിനൊക്കെ ചിലപ്പം ചിലത് 1 ലക്ഷം വ്യൂസ് പോയതുണ്ട്, ചിലത് 2000 വ്യൂസ് കിടക്കുന്നുണ്ട്, 10,000 ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ ഫോളോവേഴ്സിൽ കൂടുതൽ വ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ആ കമ്മ്യൂണിറ്റി സ്ട്രെങ്തൻ ചെയ്ത് വെക്കുക,
അതിൽ ആക്റ്റീവായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. ഇപ്പൊ ഈ പറഞ്ഞില്ലേ ഹാഷിറിന്റെ കാര്യം പറഞ്ഞ പോലെ അതിന്റെ കമ്മ്യൂണിറ്റി മാത്രമല്ലല്ലോ, അവരുടെ ക്വാളിറ്റി ഇല്ലേ ക്വാളിറ്റി ഉണ്ട്. കോണ്ടന്റിന്റെ. അതെ അതെ, ആ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചതാ എന്ന് വെച്ചാൽ അവര് കണ്ടന്റ് ക്രിയേഷനിൽ ബെസ്റ്റാ. നമ്മളെ ഇവിടെ കേരളത്തിൽ ചെയ്യുന്ന വെച്ചാൽ പയ്യന്മാർ ചെയ്യുന്ന കണ്ടന്റുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ കണ്ടന്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്തൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ അവരെ ഫോളോവേഴ്സിന് അപ്പുറം ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം ഹാഷിറിനെ ഇപ്പം ഞാൻ ഫോളോ ചെയ്തില്ല എങ്കിലും എനിക്ക് ഹാഷിറിന്റെ റീല് വരും. കാരണം എന്താ, ഞാൻ അദ്ദേഹത്തിന്റെ ടൈപ്പ് വീഡിയോസ് ഞാൻ കാണാറുണ്ട്. കാരണം അദ്ദേഹം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഡസൻ മാറ്റർ. ഇനി അടുത്തേക്ക് ചോദിക്കാനുള്ളത് ഈ ട്രെൻഡിങ് ഓഡിയോസിനെ കുറിച്ചാണ്. ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മളൊരു സ്റ്റോറിയോ പോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യാൻ, ഈ സ്റ്റോറിയോ പോസ്റ്റൊക്കെ നമുക്ക് ജസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ നമുക്ക് വല്ല 5 സെക്കൻഡോ 10 സെക്കൻഡിൻ്റെ കാര്യമുള്ളൂ. പക്ഷെ അതിന് ഓഡിയോ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു 1.5 മണിക്കൂർ നീണ്ട ഒരു പരിശ്രമമാണ്. എന്തിനാ എത്ര വലിയ ഓഡിയോ ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ? ചുമ്മാ നമുക്ക് മനസ്സിനിണങ്ങിയ, മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ കിട്ടണമെന്ന് പറഞ്ഞ പോലെയാണല്ലോ ഈ ഓഡിയോയുടെ കാര്യം. മനസ്സിന് ഇഷ്ടപ്പെട്ട ഓഡിയോ കിട്ടുന്ന പോലെ നമ്മൾ നിൽക്കുമല്ലോ. അപ്പോൾ അത് വെച്ച് നമ്മുടെ റീലൊക്കെ ട്രെൻഡ് ആക്കാൻ പറ്റുമോ? ട്രെൻഡിങ് ഓഡിയോ യൂസ് ചെയ്തുകൊണ്ട് റീല് റീച്ച് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ട്രെൻഡിങ് ഓഡിയോ എടുക്കുന്നു, ഇപ്പം നമ്മൾ ഡെയിലി കാണുന്നതിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഓഡിയോ എടുക്കുന്നു. ആ ഓഡിയോ സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അത് വെച്ചിട്ട് റീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിലെല്ലാവർക്കും റീച്ച് കിട്ടണമെന്ന് നിർബന്ധമില്ല. ആ ഓഡിയോ ഏറ്റവും വൈസായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ബെസ്റ്റ് റീച്ച് വരുത്തുള്ളൂ. അതായത് ഇപ്പം ഒരു ഓഡിയോ നമ്മളതായ രീതിയിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നാലേ, ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ ചെയ്തൊരു വർക്ക്, അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇന്നൊരു ഓഡിയോ ഉണ്ടായിരുന്നു. അതായത് ലാലേട്ടൻ ഒരു റിപ്പോർട്ടർ മൈക്ക് വെച്ചിട്ട് തട്ടുന്ന ഒരു സംഭവത്തിൽ പുള്ളിക്കാരൻ വിളിച്ച് അപ്പോളജൈസ് ചെയ്യുന്നൊരു ഓഡിയോ ഉണ്ടായിരുന്നു. ആ ഓഡിയോ ഫുള്ളിരുന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സർവീസിൽ കണക്ട് ചെയ്യാൻ പറ്റിയ എന്തൊക്കെയോ ഓഡിയോയിലുണ്ടെന്ന്. അങ്ങനെ അത് ഞങ്ങൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ട്രോൾ മെറ്റീരിയൽ അതിൽ നിന്ന് കിട്ടി. അത് നമ്മളെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും. വെച്ചാൽ നമ്മളൊരു ഓഡിയോ കിട്ടുമ്പോൾ നമ്മളെ രീതിയിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കുന്നോ അത്രത്തോളം നമുക്ക് റീച്ച് കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ട്രെൻഡിങ് ആയിട്ട് അത് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ ഓഡിയോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയ അഡ്വർടൈസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. പക്ഷെ ഒരിക്കലും ഡയറക്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കരുത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പം നിനക്കൊരു ബിസിനസ് ഉണ്ട്, ഇപ്പം നീ ഒരു വീഡിയോ ചെയ്യാണ്, എൻ്റെ ബിസിനസ് ഇന്നതാണ്, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് പ്രോഡക്റ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ നീ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആഡാണ്. ഈ ഡയറക്റ്റ് ആഡ് നീ സ്പോട്ടിൽ, അതായത് നീ അപ്ലോഡ് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ ഇൻസ്റ്റാഗ്രാം അത് മനസ്സിലാക്കും എന്താണ് ഇതൊരു അഡ്വർടൈസ്മെൻ്റ് ആണ്. അതിനൊരിക്കലും ഇൻസ്റ്റാഗ്രാം ഓർഗാനിക് റീച്ച് തരത്തില്ല. മനസ്സിലായില്ലേ? ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ ഉള്ള പ്ലാറ്റ്ഫോം മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിന് നമ്മളെ വെച്ചും പൈസ ഉണ്ടാക്കണം. അതായത് നിനക്ക് ഓർഗാനിക് റീച്ച് തരാതാകുമ്പോൾ എന്ത് സംഭവിക്കും? നീ പൈസ ഇറക്കി അത് ബൂസ്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ അവർ മനസ്സിലാക്കുക ഇങ്ങനൊരു സാധ്യതയിലുണ്ട്, ഇതൊരു ആഡാണ്, നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ ഇറക്കാനുള്ളൊരു വകുപ്പ് ഇതിലുണ്ട് എന്ന് ഇൻസ്റ്റാഗ്രാം മനസ്സിലാക്കുക. ഒരിക്കലും ഓർഗാനിക് റീച്ച് കിട്ടത്തില്ല. മറിച്ച് ഈ അഡ്വർടൈസ്മെൻറ്റ്, അതായത് നിൻ്റെ ബ്രാൻഡ് നീ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയിൽ നല്ലൊരു രീതിയിൽ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്ത്, എന്തെങ്കിലും ഒരു റീലോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ്, അതായത് നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നീ ഒരു ക്രിയേറ്റീവ് അല്ലാത്തത് ഒരു കോൺസെപ്റ്റ് ആഡ് ക്രിയേറ്റ് ചെയ്ത് ഇടുക. അപ്പം നീ ഇറക്കുന്ന സംഭവത്തിന് ഒരു ഓഡിയൻസ് സെറ്റ് ഇത് കാണുമ്പോൾ അവർക്ക് അതിൽ എന്തെങ്കിലും കണക്റ്റ് ആവും, എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് അതിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ, അതായത് നല്ല സിനിമാറ്റോഗ്രാഫി കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ അത് ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുമ്പം ഓർഗാനിക്കലി അത് പോകും. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുവേണ്ടി നീ സെപ്പറേറ്റ് ഒരു ബൂസ്റ്റിംഗ് ബഡ്ജറ്റ് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതാണ് വ്യത്യാസം. ഒരിക്കലും ഡയറക്റ്റ് ആഡ് ചെയ്താൽ അത് ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു ഫണ്ടും കൂടെ കണ്ടെത്തും. അപ്പം എൻ്റെ കയ്യിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു ഇനിയും ഉണ്ടാക്കാം, പക്ഷെ നമ്മളുടെ ഒരുപാട് ദീർഘമായി പോവും. അത് കാരണം നമുക്ക് ചുരുക്കി ഇതൊക്കെ ഇവിടെ നിന്ന് നമ്മളെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് അറിയാവുന്ന നോളജ് ഇതിനപ്പുറം ഒരുപാടുണ്ട്. സോഷ്യൽ മീഡിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിത് ഡേ ബൈ ഡേ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. ഓരോ ദിവസവും ഇത് മാറി, നമ്മൾ പറഞ്ഞ കണക്ക് ഓരോ രീതി മാറിക്കൊണ്ടിരിക്കും. അത് നമ്മൾ പഠിച്ചെടുത്ത് ചെയ്യാന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. നീ ബുദ്ധിമാനാണ്
തെളിയിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയുണ്ട് ഈ എന്താ പറയുക സോഷ്യൽ മീഡിയ മാനേജർ ആ പോസ്റ്റ് എങ്ങനെയുണ്ട്? അതൊരു തലവേദന ഉള്ള ജോലിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് തലവേദനയുണ്ട്. കാരണം സോഷ്യൽ മീഡിയ മാനേജർ എന്ന് പറയുമ്പോൾ അയാൾക്ക് ക്ലയൻറ്റുമായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പെരുമാറേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവർ പെരുമാറും എന്നുള്ള രീതിയാണ് പോകുന്നത്. അത് ചിലർ നല്ല ക്ലയൻറ്റ് ഉണ്ടാവും, കാരണം ഇതൊരു ട്രെൻഡ് ആണെന്ന് പറഞ്ഞു കൊടുത്താൽ ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കാൻ ക്ലയൻറ്റിനൊരു ബുദ്ധി വേണം. അതില്ലാത്ത ക്ലയൻസിനെ കിട്ടുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പാടുപെടും. അങ്ങനെ കുറെ പേരുമായിട്ട് അടിയിടേണ്ടി വന്നിട്ടുണ്ട്. അതാണ് എക്സ്പീരിയൻസ്, നല്ല ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പേരെ വെറുപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളൊരു കാര്യം നമ്മളിത് ചെയ്യാതിരിക്കുന്നത് മറ്റുള്ളവർക്ക് അതൊരു അഡ്വൈസ് കൊടുക്കാനായിരിക്കുമല്ലോ അവർ നമ്മളെ ഹയർ ചെയ്യുന്നത്. അത് ജെന്യുവനായിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. അതിന്റെ പേര് കുറച്ച് പേരെ വെറുപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരുപാട് നല്ല ക്ലയൻസും ഉണ്ട് കാണുന്ന. എന്നെ കുറച്ച് നല്ല കോണ്ടാക്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും എൻ്റെ കയ്യിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു ഇതിനെ കുറിച്ചുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വിട പറയാൻ സമയമായിരിക്കുകയാണ്. ബിയോണ്ട് ദി മൈക്ക് എന്ന പോഡ്കാസ്റ്റ് എപ്പിസോഡിലെ ഫസ്റ്റ് ഗസ്റ്റ് ആയിട്ടുള്ള അമലായിട്ടുള്ള എൻ്റെ ഇൻട്രഡക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഗസ്റ്റ് ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ. ബൈ.